മറ്റേ ലോണിന്റെ കാര്യത്തിലേക്ക് വന്ന അന്ന് വിടുന്ന സാറേ സാറിന്റെ ഇത് കൊടുത്തില്ല. സാർ പറഞ്ഞ ഇയാൾക്ക് ഏതാണ്ട് കിട്ടാറായെന്ന് പറഞ്ഞു. അന്നിരുന്ന ആ സാറ് വേറെ, ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ സാറ് വേറെ. അതെ അതെ. അല്ല അന്നിരുന്ന സാറിന്റെ ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിരുന്നു. പിന്നെ അന്ന് പോയിരുന്ന സാറിനോട് പോയി ചോദിക്കണം. അല്ല സാറില്ലല്ലോ ഇപ്പൊ ഇവിടെ. തനിക്കിപ്പൊ എന്താ വേണ്ടത്? ലോണിന് ഇവിടെ ഹാജരാക്കേണ്ട കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ആദ്യം താൻ അത് ഹാജരാക്ക്. അല്ലാതെ അന്നിരുന്ന സാറിന്റെ ഞാൻ കൊടുത്തിരുന്നത് മാനേജർക്ക് അറിയാം. അല്ല പിന്നെ മാനേജരോട് പോയി ചോദിക്കും. അല്ല മാനേജർ വന്നില്ലല്ലോ. അപ്പൊ മാനേജർ എപ്പോ വരും? അത് എന്നോടാണോ ചോദിക്കണം? അങ്ങനെ പെണ്ണുങ്ങളോട് പോയി ചോദിക്കണം. എന്തൊരു കഷ്ടമാണെന്ന് പറയാൻ. മാനേജർ ഭാര്യയുടെ വേണ്ട സാറേ എന്നാളോ മാനേജർ ഭാര്യയുടെ നമ്പർ എന്ന് പറയും. 97 44 47 78 77 97 44 47 78 78. എന്തിനാ കിട്ടുമെന്നറിയാൻ. എന്തോ മാനേജരെ എടോ മാനേജരെ കിട്ടണമെങ്കിൽ മാനേജരുടെ മൊബൈലിൽ വിളിക്കേ. അപ്പൊ മാനേജർ നമ്പർ എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. പെണ്ണുകൂടെ അറിയാം. ഇത് വലിയ ശല്യമായിട്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും. മാനേജരെ ഒന്ന് കിട്ടാൻ എന്താ മാർഗം? മാനേജരുടെ ഓഫീസിലെ നമ്പർ തരാൻ മതിയോ? മതി. 0471 471 267 267 19 12. താങ്ക് യു സാർ. താണ്ട് കിടന്നാൽ വലിയ ശല്യമാണെന്നല്ലോ ഇത്. ഹലോ നമസ്കാരം, ഞാൻ താങ്കളെ സഹായിക്കാൻ വേണ്ടി സുധാകരൻ, പറഞ്ഞോളൂ. സാറേ പിന്നെ ബാങ്ക് മാനേജരല്ലേ? മാനേജർ എത്തിയിട്ടില്ലല്ലോ സാർ. എപ്പോ വരും സാറേ? അത് താങ്കൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിളിക്കൂ, ഞാൻ അപ്പോൾ സഹായിക്കാം. താങ്ക് യു. അല്ല ഞാൻ ശുഭദിനം. ഇത് സാറേ ഈ മാനേജർ കോപ്പം വരാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ ഇവിടെ കിടന്നുകൊള്ളുന്നത്. ഞാനിപ്പോ എന്നാ ചെയ്യാനാണ് സാറേ? ഞാൻ വിളിച്ചപ്പോ ആരാണ്ട് ഫോൺ എടുത്തിട്ട് വന്നില്ലെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് ഇപ്പഴും ഇവിടെ കിഴങ്ങം വിളിച്ചിട്ട് ചോദിക്കാം മാനേജർ വന്നിരുന്നു വീട്ടിൽ വന്ന്. ഞാൻ മാനേജറെ നിർമ്മിച്ചു തരാൻ പറ്റുമോ? അല്ല പറഞ്ഞത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും ഏതോ ഒരു തെണ്ടി എന്നെ വിളിച്ച് അതൊക്കെ പറഞ്ഞു. എന്തോ പറയാനാണ് സാർ? സമയം എന്ത്? എൻക്വയറി ചോദിക്കേ. അത് എൻക്വയറി ചെയ്യുന്നു. അല്ല പിന്നെ ചെല്ലപ്പിള്ള സാറിന്റെ ഫോനല്ലേ? എൻക്വയറി ചോദിക്കേ. അത് പറഞ്ഞൂടെ? ഓ സാറിന്റെ ഫോനാണോ ഇത്? എന്റെ ഫോൺ. ചെല്ലപ്പിള്ള സാറിന്റെ ഫോനാണോ ഇത്? ചെലപ്പുള്ള സാറിന്റെ ഫോനാ. അതെ. സമയത്ത് എന്റെ പൊന്നു കൂട്ടുകാരാ, താണ്ട് ആ ക്ലോക്ക് ഇരിക്കുന്ന കണ്ടില്ലയോ? അങ്ങോട്ട് നോക്കിയാ പോലെ. അതിനും ഇങ്ങോട്ട് വരണോ? 11:30. 2 സൂചി ഒന്നേ ഇരിക്കുന്ന അവിടെ. അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. അല്ല ഇവിടെ നേരത്തെ ഇരുന്ന സ്ഥലത്ത് പുള്ളിയെ സ്ഥലം മാറ്റി. അതിനകത്തിന് കൈക്കൂലി. സാറ് ചുമ്മാ കള്ളം പറയുന്നത്. ആ സാറ് കൈക്കൂലി ഒന്നും മേടിക്കത്തൊന്നുമില്ല. ആ സാറെ ഇവിടെ കൈക്കൂലി മേടിക്കാത്തായിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി ഞങ്ങൾ സ്ഥലം മാറ്റി. അത് മാത്രം അവനെ വിളിച്ചാകില്ലല്ലോ. എവിടോട്ടാ? എറണാകുളത്തോട്ട്. ഇനി പുള്ളി കൈക്കൂലി മേടിച്ചോളൂ. അതെന്നാ? ഇവിടെ എറണാകുളം പോലുള്ള സിറ്റിയില് ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കിമ്പളം മേടിച്ചിരിക്കും. അത് എറണാകുളത്തുള്ളവർ. അതിന് ഈ തിരുവനന്തപുരത്തുള്ളവർ കൈക്കൂലി മേടിക്കുന്നത് എന്തിനാ? തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ കൈക്കൂലി മേടിക്കാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ പറഞ്ഞതാ പറഞ്ഞു തരും. പറഞ്ഞു തന്നാ അവനെ ഞങ്ങൾ സ്ഥലം മാറ്റും. അവൻ മാത്രം അവനെ എടുക്കാനായ പോകണല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാന്നാ പറഞ്ഞേ? ഞാൻ മനോഹരൻ. ഞാൻ ഇപ്പൊ ഓഫീസിലെത്തിയതേ ഉള്ളൂ. ഞാൻ 10 മണി മുമ്പേ വന്നു. പുള്ളി വരുമ്പോ എന്ത് ചെയ്യണം? ലോൺ തരാൻ പറയണം. ഓക്കെ, ലോൺ ശരിയായി ഞാൻ വിളിക്കാം. എന്താ കളിക്കുന്നുണ്ട്? ഹലോ, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, അവള് നേരത്തെ ഭയങ്കര കമ്പനിയാ. ഇല്ല, പോകരുത്. 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും ഓഫീസിൽ കയറി വരുന്നത്. ഇത് എന്തൊരു മനുഷ്യനായത്? നിങ്ങൾ ക്യാബിനറ്റ് മനുഷ്യൻ. സോറി സാർ. എന്തോ ഒരു മാനേജർ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എന്തോ പണിയാ താൻ കാണിക്കുന്നത്? മനോഹരം വന്നേ. ഇത് വലിയ കുരിശായി മാറി. ഞാൻ കുരിശ്, നിങ്ങൾക്ക് കുരിശായി. എന്ത് ചെയ്യാ സാറേ ഇയാള്? അയ്യോ, സാറേ ഒരു ലോണിന്റെ കാര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻക്വയറി ചോദിക്കേ. ഞാൻ പറഞ്ഞു ഒരു ലോണിന്റെ കാര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തോ ആയെന്നറിയാൻ വന്നതാ. എൻക്വയറി ചോദിക്കേ. എൻക്വയറി ചോദിക്കേ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ഇത് പറയാനേ എനിക്ക് ശമ്പളം തരുന്നത് കേട്ടോ.
സാറേ നമസ്കാരം. ആ. അതായത് ഒരു ലോണിന്റെ കാര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തോ ആയെന്നറിയാൻ വന്നതാ. പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തോ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഇത് കൊണ്ടുവാ. ഗോപാലകൃഷ്ണൻ അവിടെ എനിക്ക് വിളിക്കാം. എന്താ? അവിടെ എനിക്ക് വിളിക്കാം. ശരി ശരി. അവിടെ പോയി ഇരി. ഓ ഓ ഓ. ഗോപാലകൃഷ്ണന്റെ പറഞ്ഞ റേഞ്ചിലൊക്കെ പറഞ്ഞു പോയതാ. ഗോപാലകൃഷ്ണന്റെ ഫയലാ, ലോണിനുള്ളതാ. ഒന്ന് റെഡിയാക്കിയിട്ട് മാനേജർ എടുത്ത് കൊടുക്കുക. ഞാൻ അങ്ങോട്ടൊന്ന് എൻക്വയറി ചോദിക്കും. ഞാൻ മാനേജർ ആ ചെന്ന് കയറിക്കോളെ. ചെറുതായിട്ട് ആ സോപ്പിട്. സോപ്പ് ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങോട്ട് ഞാനേ മുമ്പ് ഇച്ചിരി പിന്നെ ഓവറായിട്ട് സാധനം എടുത്തു പോയി. അതിപ്പം അവര് കാണണ്ട. സാറ് നേരത്തെ കാര്യങ്ങളെല്ലാം അറിയാം. എന്നിട്ടും പക്ഷെ അവരെ കേട്ടോ ഞാനവിടെ ഞെട്ടിപ്പോയി. ഒരു പരിചയമില്ല. സത്യം പറഞ്ഞാൽ അവർക്കറിഞ്ഞുള്ള നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ പറയുക? ലോണിന് വന്നാ എന്തോ ലോൺ? പിന്നെ മോളുടെ കല്യാണമാണ്. അയ്യോ, കല്യാണം വിളിക്കാൻ വന്നതാണോ? അല്ലല്ല, പിന്നെ ലോണ് അപേക്ഷിച്ചിരുന്നു. അതാ ലോൺ സെക്ഷനിൽ അന്വേഷിച്ചാൽ മതി. ചെല്. അയ്യോ, അവിടോ? ആ, അതൊരു പൂ തന്നെയാ സാറേ. ഒരു പൂ തന്നെയാണ്. ഇതുപോലെ ഒരു പൂ തന്നെയാണ്. നല്ല സ്ത്രീ. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ മോളെ കല്യാണത്തിന്റെ ലോണൊന്നും റെഡിയാക്കുന്നത് എത്രയും പെട്ടെന്ന്. ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. താങ്കൾ കാര്യം ചെയ്യും. അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ആ ലോൺ സെക്ഷനിൽ ഏൽപ്പിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞൊന്ന് വന്ന് നോക്ക്. അപ്പൊ പറയാം ഇത് എപ്പോ കിട്ടുമെന്ന്. 2 മാസം കഴിഞ്ഞു. അടുത്ത മാസം 15-ാം തീയതി എന്റെ മോളെ കല്യാണമാ. ഡേറ്റ് മാറ്റി വെക്ക്. ഞങ്ങളോട് ചോദിക്കാൻ കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിക്കാൻ തന്നോട് ആരാണ് പറഞ്ഞത്? അല്ല സാറേ, എന്റെ മോടെ അച്ഛൻ ഞാനാണെന്നാ അവിടെ അമ്മ പറഞ്ഞത്. കളിയാക്കാണോ? അല്ലല്ല, പറയപ്പോ. അല്ല സാർ അങ്ങനെ പറയരുത്. പെട്ടെന്ന് ലോൺ കിട്ടാൻ ഒരു കാര്യം ചെയ്യും. അവിടെ ആ എൻക്വയറി ചെന്നിട്ട് പെട്ടെന്ന് ലോൺ കിട്ടാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ മതി. പെട്ടെന്ന് ലോൺ കിട്ടാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ മതി. പറഞ്ഞു. പെട്ടെന്ന് ലോൺ കിട്ടാൻ എന്താണ്? പെട്ടെന്ന് ലോൺ കിട്ടാനുള്ള മാർഗം എത്ര രൂപ വേണം? 5 ലക്ഷം. നാളെ കിട്ടിയാലോ? ഇന്ന് കിട്ടിയ അത്ര രൂപ. ഒരു കാര്യം ചെയ്യും, ഒരു 50,000 രൂപ മുടക്കണം. എന്നാത്തിന്? എനിക്ക് 5,000 മതി. പിന്നെ മേഡത്തിന് ഒരു 10,000. അയ്യോ, ആ ജീവി ചിരിച്ച്. എന്താ ഈ സെക്ഷനൊക്കെ കയറി ചെയ്യുന്നത്? അല്ലേ? അതെ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ക്യാഷ്യറിന് 10,000. 10,000 മതി. അയ്യോ, താണ്ട വേറെ ഡയലോഗ് ഒക്കെ പറയുന്നു. ഇതൊക്കെ അറിയാമായിരുന്നോ? എനിക്കൊരു ചോദിക്കേ. പുള്ളി അതിലെ ക്യാഷിന്റെ ഒക്കെ പരിപാടി അങ്ങനെ എല്ലാം കൂടെ ചെയ്യുവാണെങ്കിൽ 10, 5, 25,000 അല്ലേ ആയുള്ളൂ. ബാക്കി മാനേജർ ഒപ്പിട്ട് തരണ്ടേ? മാനേജർക്ക് 25,000 കൊടുക്കണ്ടേ? ഇത് തന്നെ ഇങ്ങനത്തെ പണി കാണിക്കുന്നു. ലോൺ പെട്ടെന്ന് റെഡിയാവും. മാനേജർക്ക് 25,000. ഞാൻ വിജിലൻസിനെ അറിയിച്ചാൽ വിജിലൻസിൽ പോയി പറയണ്ടേ? വിജിലൻസിൽ പോയി പറയണ്ടേ? വിജിലൻസിൽ പോയി പറഞ്ഞാൽ ഒരു 15,000 രൂപ അവർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാ ഞാൻ പോലീസ് കയറി. പോലീസിൽ പോയാൽ അവിടെ 5,000 രൂപ കൈക്കൂലി. അത് ശരി. അപ്പൊ കൂട്ടുകൃഷിയായി. എവിടെ ആയാലും കൈക്കൂലി കൊടുക്കണം. ബാങ്ക്, പിന്നെ പോലീസ്, വിജിലൻസ് എല്ലാം കൂട്ടുകൃഷിയാ. അപ്പൊ കാണിച്ചു തരാം. ഞാൻ കറക്റ്റിനുള്ള രേഖകൾ ഒന്നുകൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അർഹമായ രീതിയിൽ ലോൺ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. 5 പൈസ അത് കൊടുക്കണ്ട. നമസ്കാരം. ലോണിന്റെ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ എങ്ങനെ 50,000 രൂപ തന്ന് 5 പൈസ തരത്തില്ലേ? അപ്പൊ ലോൺ വേണ്ടേ? വേണം. അപ്പൊ 50,000 രൂപ തന്നു കഴിഞ്ഞാൽ ലോൺ പെട്ടെന്ന് ശരിയായി കിട്ടും. അങ്ങനെ വേണ്ട. ഞാൻ സാർ ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് പറഞ്ഞു ഞാനത് കൊണ്ടുവരാം. എന്റെ പേരെന്താ? എന്റെ പേര് മനോഹർ. എത്ര ലക്ഷം രൂപ വേണ്ടത്? 5 ലക്ഷം രൂപ. 5 ലക്ഷം. 5 ലക്ഷം രൂപയ്ക്ക് മിനിമം 7 ലക്ഷം രൂപയെങ്കിലും മതിപ്പ് വിലയുള്ള വസ്തുവിന്റെ പ്രമാണം, അതിന്റെ മുന്നാധാരം, പിന്നാധാരം, തന്റെ തിരിച്ചറിയൽ കാർഡിലുള്ളത് താൻ തന്നെയാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം, തന്റെ ജനന സർട്ടിഫിക്കറ്റ്, താൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഇത്രയൊക്കെ സാധനം വേണോ?
50,000 തരാവോ? 5 പൈസ തരത്തില്ല. ആ, അങ്ങനെയാണെങ്കിൽ താങ്കൾ താങ്കളുടെ അച്ഛന്റെ മകനാണ് എന്നുള്ളതിന് അമ്മയുടെ സമ്മതപത്രം, അച്ഛന്റെയും അമ്മയുടെയും വിവാഹ ക്ഷണക്കത്ത്, ആ വിവാഹം നടന്ന ഓഡിറ്റോറിയത്തിലെ മാനേജരോട്. ഹലോ ഹലോ എന്നാ പറ്റി? ഹലോ എന്നാ പറ്റി? ആ അവിടെ ഇരിക്കെ. 50,000 കൊടുത്തായി വേദന വരുമായിരുന്നോ? ഗോപാലകൃഷ്ണൻ, ഓ ഓ ഓ ഗോപാലകൃഷ്ണൻ, ആ, വിളിക്കുന്നു. ഇവിടെ ഒരു ഒപ്പിട്ടെ. നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ട്. ക്യാഷ് ഒക്കെ കാണിച്ച് ക്യാഷ് വാങ്ങിച്ചോളൂ. ഓ, വലിയ വലിയ ഉപകാരം സാറേ. കുടിച്ചോളാം. ആ, ഓ അന്തസ്സുണ്ടോളൂ, നാണം ഉണ്ടോളൂ തനിക്ക്? ഇത്ര പ്രായമായിരുന്നു തനിക്ക് നാണം ഇല്ലോളൂ കൈക്കൂലി കൊടുത്തിട്ട് പൈസ മേടിക്കാൻ? ഒന്നെടുക്കാൻ നടക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ട് അനാവശ്യം പറയരുത്. എന്താന്ന്? എടാ, എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ അപേക്ഷിച്ചിരുന്ന എന്റെ വിദ്യാഭ്യാസ ലോണാ ഇപ്പൊ 78ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ എന്റെ മോടെ കല്യാണത്തിന്റെ ലോൺ ആ, അത് തനിക്ക് കിട്ടും. തന്റെ മകളുടെ കല്യാണത്തിനല്ല, ആ. തന്റെ മകളുടെ കല്യാണത്തിന് കിട്ടിയാലായി. ഇല്ലോ സാറേ? എന്തൊരു ചോദിക്കേ? ആ, മനോഹരന്റെ അവസ്ഥ ഇങ്ങനെ എത്രയെത്ര മനോഹരന്മാർ. ഒരു സാമൂഹ്യ വിപത്തിനെ ഹാസ്യാത്മകമായി മുൻപ് അവതരിപ്പിക്കപ്പെട്ടത് പുനരാവിഷ്കരിച്ച നമ്മുടെ ബദനി കലാകാരന്മാർക്ക് അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ.